സ്വാതന്ത്ര്യ പൊൻപുലരിയുടെ 74-ാം ആണ്ട്. വൈദേശികാധിപത്യത്തിനെതിരെ ഇന്ത്യൻ ജനത 1857 മുതൽ നീണ്ട 90 വർഷം നടത്തിയ വിവിധങ്ങളായ സമരപാതകളിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ 74-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരം. ബ്രിട്ടൻ, ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളുടെ ഇന്ത്യയിലെ കോളനി ഭരണത്തിനെതിരെ ഇന്ത്യക്കാർ നടത്തിയ സമരങ്ങൾക്ക് പൊതുവിൽ പറയുന്ന പേരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. 1700കളുടെ തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആരംഭം കാണാം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സാമ്രാജ്യ വ്യാപനം തുടങ്ങുന്ന കാലത്തായിരുന്നു ഇത്. 1900കളിലെ മുഖ്യധാരാ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചുക്കാൻ പിടിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. ആദ്യകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രധാന മിതവാദി നേതാക്കളുടെ ആവശ്യം ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി വേണമെന്നായിരുന്നു. 1900കളുടെ ആരംഭത്തിൽ ശ്രീ അരബിന്ദോ, ലാൽ പാൽ ബാൽ തുടങ്ങിയവർ ആവശ്യപ്പെട്ട രീതിയിലുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കൂടുതൽ വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടായി. 1900കളുടെ ആദ്യ ദശകങ്ങളിൽ തീവ്ര ദേശീയതയും ഉടലെടുത്തു. 1851ലെ ശിപായി ലഹള എന്നറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽക്കാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾക്ക് ശക്തി പ്രാപിച്ചത്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഗാന്ധിജിയും മറ്റു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്കെത്തിയത് സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്തുകയുണ്ടായി. ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം കോൺഗ്രസ് മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ പൊതു നിസ്സഹകരണം, അഹിംസാമാർഗത്തിലുള്ള സമരം തുടങ്ങിയ ആശയങ്ങളെ സ്വീകരിച്ചു. സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള മറ്റു ചില നേതാക്കന്മാർ പിൽക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ തീവ്രവാദപരമായ ഒരു സമീപനം സ്വീകരിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം നൽകിയ INA പോലെയുള്ള പ്രസ്ഥാനങ്ങളും ഗാന്ധിജി നേതൃത്വം നൽകിയ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവും അവയുടെ ഉന്നതിയിലെത്തി. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഉണ്ടായ മുംബൈ ലഹള, INAയുടെ റെഡ് ഫോർട്ട് വിചാരണ തുടങ്ങിയ സംഭവ വികാസങ്ങളും ബ്രിട്ടീഷ് ഭരണത്തിന്റെ അന്ത്യത്തിന് ആക്കം കൂട്ടി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ 1947 ഓഗസ്റ്റിൽ രൂപീകൃതമായി. 1950 ജനുവരി 26 വരെ ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിലെ ഒരു ഡൊമിനിയൻ ആയി തുടർന്നു. 1950 ജനുവരി 26-ന് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുകയും ഇന്ത്യ ഒരു സ്വയം റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് 1956-ലാണ്. ആഭ്യന്തര കലഹങ്ങൾ കാരണം പാകിസ്ഥാനിൽ പലതവണ ജനാധിപത്യം മരവിപ്പിക്കേണ്ടി വന്നു. 1971ലെ പാകിസ്ഥാൻ ആഭ്യന്തര യുദ്ധത്തിന്റെ പരിണിത ഫലമായി 1971ലെ ഇന്ത്യ-പാക് യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും കിഴക്കൻ പാകിസ്ഥാൻ വിഘടിച്ച് ബംഗ്ലാദേശ് രാജ്യം രൂപീകൃതമാവുകയും ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ലോകത്തിലെ പല ഭാഗങ്ങളിലും ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. ഇവയിൽ പലതും ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകമെമ്പാടും തകരുന്നതിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനു പകരം കോമൺവെൽത്ത് ഓഫ് നാഷൻസ് നിലവിൽ വരുന്നതിനും കാരണമായി. ഗാന്ധിജിയുടെ അഹിംസാ മാർഗത്തിലുള്ള പ്രതിരോധം മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ നയിച്ച അമേരിക്കൻ സിവിൽ റൈറ്റ്സ് പ്രസ്ഥാനത്തിന് പ്രേരകമായി. മ്യാൻമറിൽ ജനാധിപത്യത്തിനു വേണ്ടി ഓങ് സാൻ സൂക്കി നയിച്ച പോരാട്ടം, വർണ്ണവിവേചനത്തിനെതിരെ സൗത്ത് ആഫ്രിക്കയിൽ നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ നടന്ന സമരം എന്നിവയ്ക്കും അഹിംസ സിദ്ധാന്തം പ്രേരണയായി. എങ്കിലും ഇതിൽ എല്ലാ നേതാക്കന്മാരും അഹിംസ, നിസ്സഹകരണം എന്നിവയെ ശക്തമായി പിന്തുടർന്നവരായിരുന്നില്ല. യൂറോപ്യൻ ഭരണം. കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് കടൽ തീരത്ത് പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ 1498-ൽ കപ്പലിറങ്ങിയതോടെയാണ് യൂറോപ്യൻ കച്ചവടക്കാർ സമുദ്രമാർഗം ഇന്ത്യൻ തീരങ്ങളിലെത്തിയത്. 1757ലെ പ്ലാസി യുദ്ധത്തിൽ റോബർട്ട് ക്ലൈവ് നയിച്ച ബ്രിട്ടീഷ് സൈന്യം ബംഗാൾ നവാബിനെ പരാജയപ്പെടുത്തി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ശക്തമാവുന്നതിന് ഈ യുദ്ധം കാരണമായി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ആരംഭമായി ഈ യുദ്ധം കരുതപ്പെടുന്നു. ബക്സാർ യുദ്ധത്തിനു പിന്നാലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാൾ, ബിഹാർ, ഒറീസ പ്രദേശങ്ങളിൽ 1765ൽ ഭരണാവകാശം ലഭിച്ചു. ആദ്യ ആംഗ്ലോ ബ്രിട്ടീഷ് യുദ്ധം, രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധം എന്നിവയ്ക്കും മഹാരാജ രഞ്ജിത് സിങ്ങിന്റെ നിര്യാണത്തിനും ശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1849ൽ പഞ്ചാബ് പ്രദേശം പിടിച്ചടക്കി. പുതുതായി പിടിച്ചടക്കിയ പ്രവിശ്യകളുടെ ഭരണത്തിനായി ബ്രിട്ടീഷ് നിയമസഭ പല നിയമങ്ങളും നിർമ്മിച്ചു. 1773ൽ ബ്രിട്ടീഷ് പാർലമെന്റ് സൃഷ്ടിച്ച റെഗുലേറ്റിംഗ് ആക്ട്, 1784ലെ ഇന്ത്യ ആക്ട്, 1813ലെ ചാർട്ടർ ആക്ട് എന്നിവയെല്ലാം ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതിന് സഹായിച്ചു. 1835ൽ ഇംഗ്ലീഷ് ഭാഷ ഉത്തരവുകൾക്കുള്ള മാധ്യമമായി സ്ഥാപിച്ചു.
പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ച ഹിന്ദുക്കൾ ഹിന്ദുമതത്തിൽ നിന്നും ബാലവിവാഹം, വർണ്ണവ്യവസ്ഥിതി, സതി തുടങ്ങിയ പല വിവാദപരമായ സാമൂഹ്യ അനാചാരങ്ങളും നീക്കുന്നതിന് ശ്രമിച്ചു. ബോംബെയിലും മദ്രാസിലും ആരംഭിച്ച സാഹിത്യ സംവാദവേദികൾ തുറന്ന രാഷ്ട്രീയ ചർച്ചയ്ക്കുള്ള വേദികളായി പരിണമിച്ചു. ഈ ആദ്യകാല പരിവർത്തന നായകർ വിദ്യാഭ്യാസവും പത്രങ്ങളുടെ വിദഗ്ധോപയോഗവും കൊണ്ട് ഇന്ത്യൻ സാമൂഹിക മൂല്യങ്ങളും മതപരമായ ആചാരങ്ങളും ത്യജിക്കാതെ തന്നെ വ്യാപകമായ സാമൂഹിക മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള സാഹചര്യമൊരുക്കി. ബ്രിട്ടീഷ് ഭരണത്തിന്റെ ആധുനികവൽക്കരണം ഇന്ത്യൻ സമൂഹത്തെ സ്വാധീനിച്ചുവെങ്കിലും ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വർദ്ധിച്ചുവന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ബ്രിട്ടീഷ് സ്വാധീനം വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് അവർ തദ്ദേശീയ സംസ്കാരത്തെ കൂടുതലായി അവമതിക്കാൻ തുടങ്ങി. മോസ്കൂളിൽ അവിവാഹിത പുരുഷന്മാരുടെ പാർട്ടികൾ സംഘടിപ്പിക്കുക, താജ്മഹലിന്റെ മട്ടുപ്പാവിൽ റെജിമെന്റൽ ബാൻഡുകൾക്കനുസരിച്ച് നൃത്തം ചെയ്യുക, തിരക്കു നിറഞ്ഞ തെരുവുകളിൽ ജനങ്ങളെ ചാട്ടവാറിനടിച്ച് തങ്ങൾക്ക് സഞ്ചരിക്കാൻ വഴിയുണ്ടാക്കുക, ശിപ്പായികളെ നിന്ദിക്കുക തുടങ്ങിയ പ്രവർത്തികൾ ഇതിനുദാഹരണമാണ്. പഞ്ചാബ് 1849 പിടിച്ചടക്കിയതിനു പിന്നാലെ പല ശിപ്പായി ലഹളകളും പൊട്ടിപ്പുറപ്പെട്ടു. ഇവയെല്ലാം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. 1857 മുമ്പുള്ള പ്രാദേശിക മുന്നേറ്റങ്ങൾ. 1857 മുമ്പ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വിദേശ ഭരണത്തിനെതിരായി പ്രാദേശിക മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഇവയൊന്നും തന്നെ സംഘടിത സ്വഭാവം ഉള്ളവയായിരുന്നില്ല. ഈ മുന്നേറ്റങ്ങളെ വിദേശ ഭരണാധികാരികൾ എളുപ്പത്തിൽ അടിച്ചമർത്തി. ബംഗാളിൽ 1770കളിൽ നടന്ന സന്യാസി ലഹള, 1787 ഗോവയിലെ തദ്ദേശീയർ പോർച്ചുഗീസ് ഭരണത്തിനെതിരായി നടത്തിയ മുന്നേറ്റം, 1830കളിൽ ബംഗാളിൽ ടിറ്റുമിർ നടത്തിയ മുന്നേറ്റം, കർണാടകത്തിലെ കിറ്റൂർ ലഹള, തമിഴ്നാട്ടിലെ പോളിഗാർ യുദ്ധങ്ങൾ, സൗരാഷ്ട്രയിലെ കച്ച് ലഹള, തെക്കേ ഇന്ത്യയിലെ വീരപാണ്ഡ്യ, കട്ടബൊമ്മൻ തുടങ്ങിയ രാജാക്കന്മാർ നടത്തിയ യുദ്ധങ്ങൾ എന്നിവ ഇതിനുദാഹരണങ്ങളാണ്. മറ്റ് മുന്നേറ്റങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സന്താൾ പ്രക്ഷോഭം. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി 1857-58കളിൽ മധ്യേന്ത്യയിലും ഉത്തരേന്ത്യയിലും ഉണ്ടായ ലഹളയാണ് 1857 ഇന്ത്യൻ ലഹള. ദശാബ്ദങ്ങളായി ഇന്ത്യൻ സൈനികരും ബ്രിട്ടീഷ് ഓഫീസർമാരും തമ്മിൽ നിലനിന്ന തദ്ദേശീയവും സാംസ്കാരികവുമായ വ്യത്യാസങ്ങളുടെ ഫലമായിരുന്നു ഈ ലഹള. മുഗളന്മാർ, പേഷ്വാകൾ തുടങ്ങിയ ഇന്ത്യൻ ഭരണാധികാരികളോട് ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്ന മതിപ്പില്ലായ്മയും ബ്രിട്ടീഷുകാർക്കിടയിൽ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം വളരുന്നതിന് കാരണമായി. ഡൽഹൌസിയുടെ സാമ്രാജ്യങ്ങൾ പിടിച്ചടക്കുന്ന നയം, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അഥവാ എക്സിറ്റ്, മുഗളന്മാരുടെ പിൻഗാമികളുടെ അവരുടെ പരമ്പരാഗത കൊട്ടാരത്തിൽ നിന്നും ദില്ലിക്കടുത്തുള്ള കുത്തുബിയിലേക്കു മാറ്റിയത് തുടങ്ങിയ നടപടികൾ പലരെയും പ്രകോപിപ്പിച്ചു. ലഹള പൊട്ടിപ്പുറപ്പെടാനുള്ള നിമിത്തം 557 കാലിബർ പാറ്റേൺ 1857 എൻഫീൽഡ് റൈഫിൾ വെടിയുണ്ടകളിൽ പശുവിൻ്റെയും പന്നിയുടെയും നെയ്യ് ഉപയോഗിച്ചു എന്ന കിംവദന്തി പരന്നതായിരുന്നു. ഭടന്മാർക്ക് വെടിയുണ്ടകൾ തോക്കിൽ നിറക്കുന്നതിന് മുമ്പ് അവരുടെ പല്ലുകൊണ്ട് പൊട്ടിക്കേണ്ടതുണ്ടായിരുന്നു. പശുവിനെ ആരാധിച്ചിരുന്ന ഹിന്ദു മത അനുയായികളായ സൈനികർക്കും പന്നിയെ വെറുക്കപ്പെട്ട മൃഗമായി കരുതിയിരുന്ന മുസ്ലിം മത അനുയായികളായ സൈനികർക്കും ഇത് നിഷിദ്ധമായിരുന്നു. 1857 ഫെബ്രുവരിയിൽ ഇന്ത്യൻ ശിപ്പായിമാർ ഈ പുതിയ വെടിയുണ്ടകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ചു. ബ്രിട്ടീഷുകാർ ഈ വെടിയുണ്ടകൾക്ക് പകരം പുതിയ വെടിയുണ്ടകൾ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുകയും ശിപ്പായിമാരെ സ്വന്തമായി തേനീച്ച മെഴുകിൽ നിന്നും സന്ധ്യ എണ്ണയിൽ നിന്നും ഗ്രീസ് ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ കിംവദന്തി അങ്ങനെ തന്നെ നിലനിന്നു. 1857 മാർച്ചിൽ ബറാക്പൂരിലെ 34ാം കാലാൾ പടയിലെ ഒരു ഭടനായിരുന്ന മംഗൽ പാണ്ഡെ തന്റെ ബ്രിട്ടീഷ് സെർജന്റിനെ ആക്രമിക്കുകയും ഒരു അഡ്ജുറ്റന്റിനെ മുറിവേൽപ്പിക്കുകയും ചെയ്തു. ജനറൽ ഹിയേഴ്സി ഒരു ജമീന്ദാറിനോട് മംഗൽ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ജമീന്ദാർ കൽപ്പന അനുസരിച്ചില്ല. മംഗൽ പാണ്ഡെ ഒരുതരം മതപരമായ സന്നിയിലാണെന്നായിരുന്നു ജനറൽ ഹിയേഴ്സിയുടെ അഭിപ്രായം. മംഗൽ പാണ്ഡെയെയും ഈ ജമീന്ദാറിനെയും ഏപ്രിൽ 7 തൂക്കിലേറ്റി. കൂട്ടത്തോടെയുള്ള ശിക്ഷാ നടപടിയായി റെജിമെന്റിനെ മൊത്തത്തിൽ പിരിച്ചുവിട്ടു. മെയ് 10, 11, 12 കാലാൾ പടകൾ അണിനിരന്നപ്പോൾ അവർ കൂറുമാറി കമാൻഡിംഗ് ഓഫീസർമാരെ ആക്രമിച്ചു. ഇവർ പിന്നീട് 3ാം റെജിമെന്റിനെ സ്വതന്ത്രമാക്കി. മെയ് 11 ശിപ്പായികൾ ദില്ലിയിലെത്തി. ദില്ലിയിൽ മറ്റ് ഇന്ത്യക്കാരും ഇവരോടൊത്തുചേർന്നു. അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമന്റെ വസതിയായ ചെങ്കോട്ട ഇവർ ആക്രമിച്ച് പിടിച്ചെടുത്തു. ബഹദൂർ ഷാ തന്റെ ചക്രവർത്തി പദം തിരികെ ഏൽക്കണം എന്നായിരുന്നു ഇവരുടെ ആവശ്യം. ആദ്യം മടിച്ചു നിന്ന അദ്ദേഹം പിന്നീട് ഇവരുടെ ആവശ്യം അംഗീകരിക്കുകയും മുന്നേറ്റത്തിന്റെ നേതൃസ്ഥാനം ഏൽക്കുകയും ചെയ്തു. തൊട്ടുപിന്നാലെ യുദ്ധം വടക്കേ ഇന്ത്യയിലെമ്പാടും വ്യാപിച്ചു. മീററ്റ്, ഝാൻസി, കാൺപൂർ, ലക്നൗ തുടങ്ങിയ സ്ഥലങ്ങളിൽ ലഹള പൊട്ടിപ്പുറപ്പെട്ടു. ബ്രിട്ടീഷുകാർ പ്രതികരിച്ചത് താമസിച്ചായിരുന്നു. പക്ഷേ ഈ സായുധ സമരത്തെ ബ്രിട്ടീഷുകാർ ശക്തമായി നേരിട്ടു.
ക്രിമിയൻ യുദ്ധത്തിൽ നിന്നും റെജിമെന്റുകളെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് നീക്കി. ചൈനയിലേക്ക് പോവാൻ തയ്യാറായിരുന്ന യൂറോപ്യൻ റെജിമെന്റുകളെയും അവർ ഇന്ത്യയിലേക്ക് വിന്യസിച്ചു. വിപ്ലവകാരികളുടെ സൈന്യത്തെ അവർ ദില്ലിക്കടുത്ത് ബാദൽ കി സറായ് എന്ന സ്ഥലത്ത് വെച്ച് നേരിട്ടു. വിപ്ലവകാരികളെ ദില്ലിയിലേക്ക് തുരത്തുകയും ദില്ലി നഗരം വലയം ചെയ്യുകയും ചെയ്തു. ദില്ലിയുടെ ചുറ്റുമുള്ള ഉപരോധം ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ നീണ്ടു. ഒരാഴ്ച നീണ്ടുനിന്ന തെരുവ് യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ദില്ലി പിടിച്ചെടുത്തു. അവസാനത്തെ പ്രധാന യുദ്ധം നടന്നത് 1858 ഗ്വാളിയറിൽ ജൂൺ 20-നായിരുന്നു. ഈ യുദ്ധത്തിലാണ് റാണി ലക്ഷ്മിബായി കൊല്ലപ്പെട്ടത്. 1859 വരെ ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ നടന്നു. എങ്കിലും ഒടുവിൽ വിപ്ലവകാരികളെ ബ്രിട്ടീഷ് സൈന്യം അടിച്ചമർത്തി. ഈ യുദ്ധത്തിലെ പ്രധാന നേതാക്കൾ അഹ്മദുള്ള, നാനാ സാഹിബ്, അദ്ദേഹത്തിന്റെ മാതുലനായ റാവു സാഹിബും സഹായികളും, താന്തിയ തോപ്പി, അസീമുള്ള ഖാൻ, ഝാൻസി റാണി, കുൻവർ സിംഗ്, ബീഹാറിലെ ജഗദീഷ്പൂരിലെ രജപുത്ര നേതാവ്, മുഗൾ ചക്രവർത്തിയുടെ ബന്ധുവായ ഫിറൂസ് സാഹ, മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ എന്നിവരായിരുന്നു. പരിണിത ഫലങ്ങൾ. 1857 യുദ്ധം ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷുകാർ നിർത്തലാക്കി. ഇതിനു പകരം ബ്രിട്ടീഷ് രാജഭരണത്തിനു കീഴിൽ നേരിട്ടുള്ള ഭരണം തുടങ്ങി. ബ്രിട്ടീഷ് രാജാവിന്റെ പ്രതിനിധിയായി ഇന്ത്യയിൽ ഒരു വൈസ്രോയിയെ നിയമിച്ചു. ഇന്ത്യയിലെ രാജാക്കന്മാർക്കും തലവന്മാർക്കും ജനങ്ങൾക്കുമായി പുതിയ നേരിട്ടുള്ള ഭരണനയം വിളംബരം ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് രാജ്ഞിയായ വിക്ടോറിയ രാജ്ഞി ബ്രിട്ടീഷ് നിയമപ്രകാരം ഇന്ത്യക്കാർക്ക് തുല്യ പരിഗണനയും അവകാശങ്ങളും വാഗ്ദാനം ചെയ്തു. എങ്കിലും ബ്രിട്ടീഷ് ഭരണത്തോടുള്ള വിശ്വാസമില്ലായ്മ 1857 സമരത്തിന്റെ ഫലമായി ഉണ്ടായി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പുരോഗമനത്തിന്റെയും രാഷ്ട്രീയ പുനഃക്രമീകരണത്തിന്റെയും ഒരു പദ്ധതി ആരംഭിച്ചു. ഇതിലൂടെ ഇന്ത്യയിലെ ഉന്നത ജാതീയരെയും ഭരണാധികാരികളെയും സർക്കാരിലേക്ക് കൂട്ടിച്ചേർക്കാൻ അവർ ശ്രമിച്ചു. ഭൂമി പിടിച്ചടക്കുന്നത് അവർ നിർത്തലാക്കി. മതപരമായ സഹിഷ്ണുതയ്ക്ക് വേണ്ടി അനുശാസനങ്ങൾ ഇറക്കി. പ്രധാനമായും താഴേക്കിടയിലുള്ള ജോലികൾക്കായിട്ടാണെങ്കിലും ഇന്ത്യക്കാരെ സിവിൽ സർവീസിൽ പ്രവേശിപ്പിച്ചു. തദ്ദേശീയരുടെ അനുപാതത്തിൽ ബ്രിട്ടീഷ് സേനാംഗങ്ങളുടെ എണ്ണം കൂട്ടി. വെടിക്കോപ്പുകൾ കൈകാര്യം ചെയ്യാനുള്ള അനുമതി ബ്രിട്ടീഷ് സൈനികർക്ക് മാത്രമാക്കി പരിമിതപ്പെടുത്തി. ബഹദൂർ ഷായെ ബർമയിലെ റങ്കൂണിലേക്ക് നാടുകടത്തി. മുഗൾ രാജവംശത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ബഹദൂർ ഷാ ബർമയിൽ വെച്ച് 1862 അന്തരിച്ചു. സംഘടിത മുന്നേറ്റങ്ങളുടെ ഉദയം. ശിപ്പായി ലഹളയെ തുടർന്നുള്ള ദശാബ്ദങ്ങൾ വർദ്ധിച്ചുവരുന്ന രാഷ്ട്രീയ ബോധത്തിന്റെയും ഇന്ത്യൻ പൊതുജനാഭിപ്രായ പ്രകാശനത്തിന്റെയും പ്രവിശ്യാതലത്തിലും ദേശീയ തലത്തിലും ഇന്ത്യൻ നേതൃത്വം ഉയർന്നുവരുന്നതിന്റെയുമായിരുന്നു. ദാദാഭായ് നവറോജി 1867 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചു. സുരേന്ദ്രനാഥ ബാനർജി 1876 ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ രൂപവൽക്കരിച്ചു. ബ്രിട്ടീഷ് സിവിൽ സർവീസിൽ നിന്നും വിരമിച്ച A.O. ഹ്യൂമിന്റെ നിർദ്ദേശത്തിന്റെ പ്രേരിതമായി 1885 73 ഇന്ത്യൻ പ്രതിനിധികൾ ബോംബെയിൽ ഒത്തുചേർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽക്കരിച്ചു. ഇവർ പ്രധാനമായും തങ്ങളുടെ പ്രവിശ്യകളിലെ സമ്പന്നരും പാശ്ചാത്യ വിദ്യാഭ്യാസം സിദ്ധിച്ചവരും ആയിരുന്നു. നിയമം, അധ്യാപനം, പത്രപ്രവർത്തനം തുടങ്ങിയ ജോലികൾ സ്വീകരിച്ചവരായിരുന്നു ഇവരിൽ അധികവും. തുടക്കത്തിൽ കോൺഗ്രസിന് വ്യക്തമായി നിർവചിക്കപ്പെട്ട തത്വശാസ്ത്രങ്ങളോ സിദ്ധാന്തങ്ങളോ ഉണ്ടായിരുന്നില്ല. ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് വേണ്ടുന്ന ആവശ്യകാര്യങ്ങളിൽ വളരെ കുറച്ചു മാത്രമേ കോൺഗ്രസിന് ഉണ്ടായിരുന്നുള്ളൂ. വർഷത്തിൽ ഒരിക്കൽ മാത്രം കൂടുകയും ബ്രിട്ടീഷ് രാജിനോട് തങ്ങളുടെ കൂറ് പ്രഖ്യാപിക്കുകയും താരതമ്യേന വിവാദം കുറഞ്ഞ വിഷയങ്ങളായ പൗരാവകാശം, സർക്കാരിലെ ഉദ്യോഗാവസരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് തീർപ്പുകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന ഒരു സംവാദ സമിതിയായി കോൺഗ്രസ് പ്രവർത്തിച്ചു. ഈ തീർപ്പുകൾ വൈസ്രോയിയുടെ സർക്കാരിനും ചിലപ്പോൾ ബ്രിട്ടീഷ് സർക്കാരിനും അവർ സമർപ്പിച്ചു. എങ്കിലും ആദ്യകാലത്ത് കോൺഗ്രസിന്റെ നേട്ടങ്ങൾ ശുഷ്കമായിരുന്നു. ഇന്ത്യയെ പരിപൂർണമായി പ്രതിനിധാനം ചെയ്യുന്നു എന്ന് അവകാശപ്പെട്ടെങ്കിലും കോൺഗ്രസിന്റെ ആവശ്യങ്ങൾ നഗരങ്ങളിലെ മേലേത്തട്ടിൻ്റെതായിരുന്നു. മറ്റ് സാമ്പത്തിക പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരുടെ പ്രാതിനിധ്യം വളരെ കുറവായിരുന്നു. പരിവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിൽ സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ച ആര്യ സമാജം, മറ്റുള്ളവരോടൊത്ത് രാജാറാം മോഹൻ റോയ് ആരംഭിച്ച ബ്രഹ്മ സമാജം തുടങ്ങിയ സാമൂഹിക മതസംഘടനകളുടെ പങ്ക് പ്രകടമായിരുന്നു. മതപരമായ പരിവർത്തനങ്ങളുടെയും സാമൂഹിക അഭിമാനത്തിന്റെയും ഉത്തേജനം ഒരു പൂർണ്ണ രാഷ്ട്രത്തിനു വേണ്ടിയുള്ള പൊതുജന മുന്നേറ്റത്തിന് അടിത്തറ പാകി. സ്വാമി വിവേകാനന്ദൻ, രാമകൃഷ്ണ പരമഹംസൻ, ശ്രീ അരബിന്ദോ, സുബ്രഹ്മണ്യ ഭാരതി, ബങ്കിം ചന്ദ്ര ചാറ്റർജി, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, രവീന്ദ്രനാഥ ടാഗോർ, ദാദാഭായ് നവറോജി തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങൾ ഒരു പുനരുത്തേജനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ആഗ്രഹം ഇന്ത്യക്കാരിൽ ശക്തമാക്കി. 1900 കോൺഗ്രസ് ഒരു അഖിലേന്ത്യാ രാഷ്ട്രീയ സംഘടനയായി വളർന്നു. എങ്കിലും മുസ്ലിങ്ങളെ സംഘടനയിലേക്ക് ആകർഷിക്കുന്നതിൽ പരാജയപ്പെട്ടത് കോൺഗ്രസിന്റെ നേട്ടങ്ങൾക്ക് തിരിച്ചടിയായി. സർക്കാർ ഉദ്യോഗങ്ങളിൽ മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം കുറവാണെന്ന് പരാതിയുണ്ടായി. മതം മാറ്റങ്ങളെ ഹിന്ദു പരിവർത്തനവാദികൾ എതിർത്തത്, പശുവിനെ ഇറച്ചിക്കായി കൊല്ലുന്നതിനെ എതിർത്തത്, അറബി ലിപിയിൽ ഉറുദു നിലനിർത്തിയത് തുടങ്ങിയവ തങ്ങളുടെ ന്യൂനപക്ഷ പദവിയെക്കുറിച്ചുള്ള മുസ്ലിങ്ങളുടെ ആശങ്കകൾ വർദ്ധിപ്പിച്ചു. കോൺഗ്രസ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചാൽ തങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടും എന്ന് മുസ്ലിങ്ങൾ
മുസ്ലിങ്ങൾ ഭയന്നു. മുസ്ലിം ശാക്തീകരണത്തിനായി സർ സയ്യിദ് അഹ്മദ് ഖാൻ ഒരു മുന്നേറ്റം ആരംഭിച്ചു. ഇതിന്റെ ഫലമായി 1875 ഉത്തർപ്രദേശിലെ അലിഗഡിൽ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിതമായി. ഈ കലാലയത്തിന്റെ പ്രധാനോദ്ദേശ്യം സമ്പന്നരായ വിദ്യാർത്ഥികളെ ആധുനിക പാശ്ചാത്യ ജ്ഞാനവും ഇസ്ലാം മതവും പൂരകങ്ങളാണെന്നതിൽ ഊന്നിക്കൊണ്ട് അവരെ പഠിപ്പിക്കുക എന്നതായിരുന്നു. എങ്കിലും ഇന്ത്യയിലെ മുസ്ലിങ്ങളിലെ നാനാത്വം പൊതുവായ ഒരു സാംസ്കാരിക ബൗദ്ധിക പുനരുദ്ധാരണം അസാധ്യമാക്കി. ഇന്ത്യൻ ദേശീയതയുടെ ഉദയം. കോൺഗ്രസ് അംഗങ്ങളിൽ ആദ്യമായി ദേശീയതയുടെ സ്ഫുരണങ്ങൾ കണ്ടത് അവർ സർക്കാർ സമിതികളിൽ പ്രാതിനിധ്യം ലഭിക്കണം എന്നും ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിലും നിയമനിർമ്മാണത്തിലും വോട്ട് വേണം എന്നും തങ്ങളുടെ അഭിപ്രായത്തിന് വില ഉണ്ടാവണം എന്നും ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു. കോൺഗ്രസ് അംഗങ്ങൾ തങ്ങളെ ബ്രിട്ടീഷ് ഭരണത്തോട് കൂറുള്ളവരായി കണ്ടു. എങ്കിലും അവർക്ക് സാമ്രാജ്യത്വത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടുതന്നെ തങ്ങളുടെ രാജ്യം ഭരിക്കുന്നതിൽ ഒരു ക്രിയാത്മക പങ്ക് വേണം എന്ന് ആഗ്രഹമുണ്ടായി. ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിച്ച് ഹൗസ് ഓഫ് കോമൺസിലെ ആദ്യ ഇന്ത്യൻ അംഗമാവുകയും ചെയ്തത് ഈ ആഗ്രഹത്തിന്റെ പ്രത്യക്ഷീകരണമായിരുന്നു. സ്വരാജ് എന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച ആദ്യ ഇന്ത്യൻ ദേശീയ നേതാവായിരുന്നു ബാലഗംഗാധര തിലക്. ഇന്ത്യയുടെ സംസ്കാരം, ചരിത്രം, മൂല്യങ്ങൾ എന്നിവയെ അവഗണിക്കുകയും നിന്ദിക്കുകയും ചെയ്ത ബ്രിട്ടീഷ് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തിലക് ശക്തമായി എതിർത്തു. ദേശീയ നേതാക്കൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിച്ചതിനെയും ഇന്ത്യക്കാർക്ക് രാഷ്ട്ര വ്യവഹാരങ്ങളിൽ ഒരു പങ്കും ഇല്ലാത്തതിനെയും അദ്ദേഹം എതിർത്തു. ഈ കാരണങ്ങൾ കൊണ്ട് തിലക് സ്വരാജ് എന്ന സ്വാഭാവികവും ഏകവുമായ പരിഹാരമായി കണ്ടു. അദ്ദേഹത്തിന്റെ പ്രശസ്ത വചനമായ "സ്വരാജ് എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടും" എന്നത് ഇന്ത്യക്കാർക്ക് ഏറെ പ്രചോദനമായി. കോൺഗ്രസ് രണ്ടായി പിരിഞ്ഞു. തീവ്രവാദം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നിലപാടുകളായിരുന്നു തിലകിന്റേത്. ജനങ്ങൾ ബ്രിട്ടീഷ് രാജിനെ നേരിട്ട് ആക്രമിക്കണം എന്നും ബ്രിട്ടീഷ് ആയ എല്ലാ വസ്തുക്കളും ഉപേക്ഷിക്കണം എന്നും തിലക് ആവശ്യപ്പെട്ടു. ഉയർന്നുവരുന്ന പൊതുജന നേതാക്കളായ ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് തുടങ്ങിയവർ ഇതേ നിലപാടുകൾ പുലർത്തുകയും തിലകിനെ അനുകൂലിക്കുകയും ചെയ്തു. ഇവർക്ക് കീഴിൽ ഇന്ത്യയുടെ 3 വലിയ സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്ര, ബംഗാൾ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഇന്ത്യൻ ദേശീയ തരംഗം ശക്തമായി. ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത, ദാദാഭായ് നവറോജി തുടങ്ങിയവർ നയിച്ച മിതവാദികൾ അനുനയങ്ങൾക്കും രാഷ്ട്രീയ സംവാദത്തിനും വേണ്ടിയുള്ള ആവശ്യത്തിൽ ഉറച്ചു നിലകൊണ്ടു. അക്രമവും അതിക്രമവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗോഖലെ തിലകിനെ വിമർശിച്ചു. 1906 കോൺഗ്രസിൽ പൊതുജനങ്ങൾക്ക് അംഗത്വമുണ്ടായിരുന്നില്ല. തിലകിനും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും കോൺഗ്രസിൽ നിന്നും നിർബന്ധിതമായി വിട്ടുപോകേണ്ടി വന്നു. തിലകിന്റെ അറസ്റ്റോടുകൂടി ഇന്ത്യൻ ആക്രമണത്തിനുള്ള എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. കോൺഗ്രസിന് ജനങ്ങളുടെ മുന്നിൽ മതിപ്പ് നഷ്ടപ്പെട്ടു. തിലകിന്റെ ഹിന്ദു ദേശീയതയിൽ ചകിതരായി മുസ്ലിങ്ങൾ 1906 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചു. മുസ്ലിങ്ങൾ കോൺഗ്രസിനെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഒട്ടും യോജ്യമല്ലാത്തതായി കണ്ടു. ഒരു മുസ്ലിം പ്രതിനിധി സംഘം വൈസ്രോയ് മിന്റോയെ കണ്ട് വരാൻ പോകുന്ന ഭരണഘടനാ പരിഷ്കാരങ്ങളിൽ ഇളവുകൾ ആവശ്യപ്പെട്ടു. ഈ പ്രതിനിധി സംഘം മുസ്ലിങ്ങൾക്ക് സർക്കാർ ഉദ്യോഗങ്ങളിലും തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിലും പ്രത്യേക പരിഗണന ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷുകാർ മുസ്ലിം ലീഗിന്റെ ആവശ്യങ്ങളിൽ ചിലത് അംഗീകരിച്ചു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1909 പ്രകാരം മുസ്ലിങ്ങൾക്കായി സംവരണം ചെയ്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളുടെ എണ്ണം ഉയർത്തി. മുസ്ലിം ലീഗ് ഹിന്ദു ഭൂരിപക്ഷമുള്ള കോൺഗ്രസിൽ നിന്ന് വേറിട്ടുള്ള വ്യക്തിത്വത്തിനും രാഷ്ട്രത്തിനുള്ളിലെ രാഷ്ട്രത്തിന്റെ ശബ്ദമാകുന്നതിനും വേണ്ടി ശക്തമായി നിലകൊണ്ടു. ബംഗാൾ വിഭജനം. 1905 അന്നത്തെ വൈസ്രോയിയും ഗവർണർ ജനറലും ആയിരുന്ന കഴ്സൺ ഭരണപരമായ കാര്യക്ഷമതയ്ക്കു വേണ്ടി ബൃഹത്തും ജനസാന്ദ്രവുമായ ബംഗാൾ സംസ്ഥാനത്തിന്റെ വിഭജനത്തിന് ഉത്തരവിട്ടു. ബംഗാളിലെ ഹിന്ദു ബൗദ്ധിക സമൂഹം തദ്ദേശീയ ദേശീയ രാഷ്ട്രീയത്തിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തിയിരുന്നു. ഈ വിഭജനം ബംഗാളികളെ പ്രകോപിപ്പിച്ചു. സർക്കാർ ഇന്ത്യൻ ജനതയുടെ അഭിപ്രായം കണക്കിലെടുക്കില്ലെന്നു മാത്രമല്ല, ഈ നടപടി ബ്രിട്ടീഷ് സർക്കാരിന്റെ വിഭജിച്ചു ഭരിക്കുക എന്ന നയത്തിന്റെ പ്രതിഫലനമായും കാണപ്പെട്ടു. തെരുവുകളിൽ വ്യാപകമായ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. പത്രമാധ്യമങ്ങളും കോൺഗ്രസും സ്വദേശി എന്ന കുടക്കീഴിൽ ബ്രിട്ടീഷ് സാമഗ്രികൾ നിരസിക്കുവാൻ ആഹ്വാനം ചെയ്തു. ജനങ്ങൾ പരസ്പരം കൈത്തണ്ടകളിൽ രാഖി കെട്ടിക്കൊടുത്തും ആരന്തൻ ആചരിച്ചും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ബംഗാൾ വിഭജനകാലത്ത് പുതിയ സമരമാർഗങ്ങൾ സ്വീകരിക്കപ്പെട്ടു. ഇത് സ്വദേശി ബോയ്ക്കോട്ട് പ്രസ്ഥാനങ്ങളിലേക്ക് നയിച്ചു. ശിപ്പായി ലഹളയ്ക്ക് ശേഷം ബ്രിട്ടീഷ് വിരുദ്ധ വികാര കോൺഗ്രസ് നയിച്ച ബ്രിട്ടീഷ് വസ്തുക്കളുടെ നിരാസത്തിന്റെ കാലത്തായിരുന്നു. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ അക്രമത്തിന്റെയും അടിച്ചമർത്തലിന്റെയും ഒരു പരിക്രമണം തുടർന്നു. ബ്രിട്ടീഷുകാർ ഈ സ്ഥിതിവിശേഷം ലഘൂകരിക്കുവാൻ അനേകം ഭരണഘടനാ പരിഷ്കാരങ്ങൾ 1909 പുറത്തിറക്കി. ഇംപീരിയൽ, പ്രവിശ്യ കൗൺസിലുകളിലേക്ക് കുറച്ച് മിതവാദികളെ അവർ നിയമിക്കുകയും ചെയ്തു. മറ്റൊരു വിശ്വാസം വളർത്തുന്ന നടപടി എന്ന നിലയിൽ 1911 ബ്രിട്ടീഷ് രാജാവും ചക്രവർത്തിയുമായ ജോർജ് അഞ്ചാമൻ ഇന്ത്യ സന്ദർശിച്ച് ഒരു ദർബാർ നടത്തി. ഈ ദർബാറിൽ വെച്ച് അദ്ദേഹം ബംഗാളിനെ വിഭജിച്ച നീക്കം പിൻവലിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ദില്ലിയിലേക്കു തെക്കായി നിയമിക്കാൻ ഉദ്ദേശമുള്ള
നഗരത്തിലേക്ക് മാറ്റും എന്നും അറിയിച്ചു. ഈ നഗരം പിന്നീട് ന്യൂഡൽഹി എന്ന് അറിയപ്പെട്ടു. എങ്കിലും 1912 ഡിസംബർ 23 നടന്ന തലസ്ഥാനം മാറ്റൽ ചടങ്ങ് അന്നത്തെ വൈസ്രോയ് ആയ ഹാൻദിജ് പ്രഭുവിനെ വധിക്കാനുള്ള ശ്രമത്തിന് വേദിയായി. ഈ വധശ്രമം പിൽക്കാലത്ത് ഡൽഹി ലാഹോർ ഗൂഢാലോചന എന്ന് അറിയപ്പെട്ടു. ഗാന്ധി ഇന്ത്യയിൽ വരുന്നു. സൗത്ത് ആഫ്രിക്കയിലെ വർണ്ണവിവേചന സമരങ്ങളിൽ ഒരു പ്രധാന നേതാവായിരുന്നു ഗാന്ധി. വിവേചനത്തിനും തൊഴിലാളികളോട് ക്രൂരമായി പെരുമാറുന്നതിനും റൗലറ്റ് ആക്ട് തുടങ്ങിയ പോലീസ് അടിച്ചമർത്തൽ നയങ്ങൾക്കുമെതിരെ ഗാന്ധി ശക്തമായി പ്രതികരിച്ചിരുന്നു. സൗത്ത് ആഫ്രിക്കയിലെ സമരങ്ങളിൽ ഗാന്ധിജി സത്യാഗ്രഹം എന്ന ആശയം ശക്തമായ സമരമാർഗമാക്കി. ബാബ രാം സിംഗ് ആയിരുന്നു സത്യാഗ്രഹ തത്വശാസ്ത്രം ആദ്യം കൊണ്ടുവന്നത്. സൗത്ത് ആഫ്രിക്കയിലെ സമരങ്ങൾക്ക് അവസാനം അടിച്ചമർത്തൽ നിയമങ്ങൾ പിൻവലിക്കപ്പെട്ടു. രാഷ്ട്രീയ തടവുകാരെ സൗത്ത് ആഫ്രിക്കൻ സർക്കാരിന്റെ തലവനായ ജനറൽ യാൻ സ്മർട്ട് മോചിപ്പിച്ചു. 20ഓളം വർഷം ഇന്ത്യക്ക് പുറത്തായിരുന്ന ഗാന്ധിക്ക് ഇന്ത്യൻ രാഷ്ട്രീയം അപരിചിതമായിരുന്നു. ഇന്ത്യയിൽ എത്തിയ ഗാന്ധി ഒരു രാഷ്ട്രത്തിനു വേണ്ടിയല്ല, മറിച്ച് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ട ഒരു ഏകീകൃതമായ വാണിജ്യോന്മുഖമായ ഭൂഭാഗത്തിനു വേണ്ടിയാണ് ശബ്ദമുയർത്തിയത്. വിദേശികൾ കൊണ്ടുവന്ന വിദ്യാഭ്യാസ പുരോഗതിയും വ്യാവസായിക പുരോഗതിയും ഇന്ത്യയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമാണെന്ന് ഗാന്ധി വിശ്വസിച്ചു. ഇന്ത്യൻ നേതാവും കോൺഗ്രസിലെ തലമുതിർന്ന നേതാവുമായ ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ വഴികാട്ടിയായി. ആദ്യകാലത്ത് പല കോൺഗ്രസ് പ്രവർത്തകരും ഇന്ത്യക്കാർക്കും ഗാന്ധിജിയുടെ അഹിംസാ മാർഗത്തിലൂടെയുള്ള നിസ്സഹകരണത്തിൽ ഊന്നിയുള്ള ആശയങ്ങളും പദ്ധതികളും അപ്രായോഗികമായി തോന്നി. ഗാന്ധിയുടെ തന്നെ വാക്കുകളിൽ, പൊതു നിസ്സഹകരണം എന്നത് അസാൻമാർഗികമായ നിർബന്ധിത നിയമങ്ങളെ ലംഘിക്കലാണ്. അത് ദുഷിച്ച രാഷ്ട്രവുമായുള്ള സഹകരണം അഹിംസാ മാർഗത്തിലൂടെ നിർത്തലാക്കുന്നതിലൂടെ വേണം പ്രാവർത്തികമാക്കാൻ. പഞ്ചാബിൽ റൗലറ്റ് ആക്ടിനു എതിരെയുള്ള പ്രതിഷേധങ്ങളിൽ ഗാന്ധി സത്യാഗ്രഹ സമരമാർഗം ഉപയോഗിച്ചപ്പോൾ ലക്ഷക്കണക്കിന് സാധാരണക്കാരെ ആകർഷിക്കാനുള്ള ഗാന്ധിയുടെ കഴിവ് പരക്കെ ബോധ്യമായി. ഇതിനു പിന്നാലെ ഗാന്ധിയുടെ വീക്ഷണം ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൊണ്ടുവന്നു. സ്വാതന്ത്ര്യ സമരം ഉപരിവർഗത്തിന്റെ സമരം എന്നതിൽ നിന്നും ഒരു ദേശീയ സമരമായി പരിണമിച്ചു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന ആവശ്യങ്ങളും ചേർക്കപ്പെട്ടു. ഉദാഹരണത്തിന്, ബീഹാറിലെ ചമ്പാരനിൽ ഭീമമായ നികുതികൾ അടക്കാനും അവരുടെ ഭക്ഷണക്രമത്തിന്റെ ഭാഗമായ ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ വളർത്താനും നിർബന്ധിക്കപ്പെട്ട അതിദരിദ്രരായ കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടി സമരം ചെയ്തു. റൗലറ്റ് ആക്ടും പരിണിത ഫലങ്ങളും. ബ്രിട്ടീഷ് ഭരണ പരിഷ്കാരങ്ങളുടെ നല്ല ഗുണങ്ങൾക്ക് ഒരു വലിയ തിരിച്ചടിയായിരുന്നു 1919 നടപ്പാക്കിയ റൗലറ്റ് ആക്ട്. 1918 റൗലറ്റ് കമ്മീഷൻ ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് സമർപ്പിച്ച നിർദ്ദേശങ്ങളിൽ നിന്നാണ് റൗലറ്റ് ആക്ട് എന്ന പേര് വന്നത്. ഇന്ത്യയിലെ സർക്കാരിനെ മറിച്ചിടുന്നതിനുള്ള ഗൂഢാലോചനയും ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ജർമ്മൻ ബോൾഷെവിക് പങ്കുകളും അന്വേഷിക്കുകയായിരുന്നു ഈ കമ്മീഷന്റെ സ്ഥാപക ലക്ഷ്യം. പത്രങ്ങളെ നിശബ്ദമാക്കുക, രാഷ്ട്രീയ പ്രവർത്തകരെ വിചാരണ കൂടാതെ തടവിൽ സൂക്ഷിക്കുക, രാജ്യദ്രോഹത്തിനോ വിപ്ലവത്തിനോ സംശയിക്കപ്പെടുന്ന വ്യക്തികളെ വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയതിനുള്ള അസാധാരണമായ അവകാശങ്ങൾ കരിനിയമം എന്നും അറിയപ്പെട്ട റൗലറ്റ് ആക്ട് വൈസ്രോയിയുടെ സർക്കാരിന് നൽകി. ഇതിന് പ്രതിഷേധമായി രാജ്യവ്യാപകമായി പണിനിർത്തൽ ആഹ്വാനമുണ്ടായി. ഇത് രാജ്യമെമ്പാടുമില്ലെങ്കിലും വ്യാപകമായ ജനകീയ പ്രതിഷേധത്തിന് കാരണമായി. ഈ നിയമത്തിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങൾ 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിൽ നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ കലാശിച്ചു. ബ്രിട്ടീഷ് സൈനിക കമാൻഡർ ആയ ബ്രിഗേഡിയർ ജനറൽ റെജിനാൾഡ് ഡയർ ഈ മൈതാനത്തിന്റെ പ്രധാന കവാടം തടഞ്ഞുവെച്ച് തന്റെ സൈനികരോട് 5000ഓളം വരുന്ന ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കാൻ ആജ്ഞാപിച്ചു. നിരോധനാജ്ഞ ലംഘിച്ച് ചുറ്റുപാടും മതിലുകളുള്ള ജാലിയൻ വാലാബാഗ് എന്ന പൂന്തോട്ടത്തിൽ ഒന്നിച്ചുകൂടിയ ജനക്കൂട്ടത്തിന് നേർക്കായിരുന്നു വെടിയുതിർത്തത്. ആകെ 1650 റൗണ്ട് വെടിവെച്ചു. 379 പേർ ഇതിൽ മരിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾ. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അന്ത്യം വരെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിലെ സാധാരണക്കാരിൽ നിന്നും അകന്നു നിന്നു എന്ന് പറയാം. അതുവരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉന്നം ഒരു ഏകീകൃത രാഷ്ട്രത്തെക്കാളും ഒരു ഏകീകൃത വാണിജ്യോന്മുഖ ഭൂവിഭാഗം ആയിരുന്നു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി 1915 ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നു. ഗാന്ധിജിയുടെ സ്വാധീനമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ദിശാബോധം നൽകിയത് എന്ന് പറയാം. ഒന്നാം നിസ്സഹകരണ പ്രസ്ഥാനം. ആദ്യ സത്യാഗ്രഹ പ്രസ്ഥാനം ജനങ്ങളോട് ബ്രിട്ടീഷ് തുണിത്തരങ്ങൾക്ക് പകരമായി ഖാദി ഉപയോഗിക്കുവാൻ ആഹ്വാനം ചെയ്തു. ബ്രിട്ടീഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോടതികളും ബഹിഷ്കരിക്കാനും സർക്കാർ ഉദ്യോഗങ്ങളിൽ നിന്നും രാജിവെക്കാനും നികുതി നൽകുന്നത് നിർത്തുവാനും ബ്രിട്ടീഷ് പട്ടാളങ്ങളും പദവികളും ഉപേക്ഷിക്കുവാനും നിസ്സഹകരണ പ്രസ്ഥാനം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. 1919 വന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ സ്വാധീനിക്കാൻ താമസിച്ചു പോയെങ്കിലും വ്യാപകമായ ജനകീയ പിന്തുണ ഈ സമരത്തിന് ലഭിച്ചു.
സമരത്തിന്റെ ഫലമായി ഉണ്ടായ അതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ജനകീയ മുന്നേറ്റം വിദേശ ഭരണത്തിന് ഗൗരവതരമായ വെല്ലുവിളി ഉയർത്തി. എങ്കിലും ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. ദണ്ഡിയാത്രയും പൊതു നിസ്സഹകരണവും. ഗാന്ധിജി തന്റെ ദീർഘകാലത്തെ ഏകാന്തവാസത്തിൽ നിന്നും തിരിച്ചുവന്ന് തന്റെ ഏറ്റവും പ്രശസ്തമായ മുന്നേറ്റം നയിച്ചു. അഹമ്മദാബാദിലുള്ള തന്റെ ആശ്രമത്തിൽ നിന്നും ദണ്ഡിയിലേക്കുള്ള 400 കിലോമീറ്റർ ദൂരം താണ്ടിയ ഈ പദയാത്ര 1930 മാർച്ച് 12-നും ഏപ്രിൽ 6-നും ഇടയിലാണ് നടന്നത്. ഈ യാത്ര ദണ്ഡി മാർച്ച് അഥവാ ഉപ്പു സത്യാഗ്രഹം എന്ന് അറിയപ്പെടുന്നു. ദണ്ഡിയിൽ വെച്ച് ബ്രിട്ടീഷുകാർ ഉപ്പിന്മേൽ ഏർപ്പെടുത്തിയ നികുതിയിൽ പ്രതിഷേധിച്ചു ഗാന്ധിയും ആയിരക്കണക്കിന് അനുയായികളും കടൽ വെള്ളത്തിൽ നിന്നും ഉപ്പുണ്ടാക്കി നിയമം ലംഘിച്ചു. ഏപ്രിൽ 1930-ൽ കൽക്കട്ടയിൽ പോലീസും ജനക്കൂട്ടവും തമ്മിൽ രക്തരൂക്ഷിതമായ ഏറ്റുമുട്ടലുകൾ നടന്നു. 100,000-ഓളം ജനങ്ങൾ ജയിലിലടക്കപ്പെട്ടു. പെഷാവാറിൽ നിരായുധരായ ജനക്കൂട്ടത്തിനു നേരെ പോലീസ് വെടിയുതിർത്തു. കിസ്സ കവാനി ബസാർ കൂട്ടക്കൊല എന്നറിയപ്പെടുന്ന ഈ സംഭവം പുതുതായി രൂപം കൊണ്ട ഖുദായി ഖിദ്മത്ത് ഗർ പ്രസ്ഥാനത്തെ ദേശീയതയിലേക്ക് കൊണ്ടുവന്നു. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ട ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ ആയിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ നായകൻ. ഗാന്ധിജി ജയിലിൽ കിടക്കവെ ലണ്ടനിൽ 1930 നവംബറിൽ ആദ്യത്തെ വട്ടമേശ സമ്മേളനം നടന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ സമ്മേളനത്തിൽ പ്രാതിനിധ്യം ഇല്ലായിരുന്നു. സത്യാഗ്രഹത്തിന്റെ സാമ്പത്തിക കഷ്ടതകൾ കാരണം കോൺഗ്രസിനു മേലുള്ള നിരോധനം നീക്കപ്പെട്ടു. ഗാന്ധിജിയും കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ മറ്റ് അംഗങ്ങളും 1931 ജനുവരിയിൽ ജയിൽ മോചിതരായി. മാർച്ച് 1931-ൽ ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചു. സർക്കാർ എല്ലാ രാഷ്ട്രീയ തടവുകാരെയും മോചിപ്പിക്കാൻ എന്ന് സമ്മതിച്ചു. ഇതിനു പകരമായി ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തലാക്കാം എന്നും ലണ്ടനിൽ 1931 സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ ഏക പ്രതിനിധിയായി പങ്കെടുക്കാം എന്നും സമ്മതിച്ചു. ഈ സമ്മേളനം 1931 ഡിസംബറിൽ പരാജയത്തിൽ കലാശിച്ചു. ഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തി. 1932 ജനുവരിയിൽ നിസ്സഹകരണ പ്രസ്ഥാനം പുനരാരംഭിക്കാൻ തീരുമാനിച്ചു. അടുത്ത ഏതാനും വർഷങ്ങളിൽ കോൺഗ്രസും സർക്കാരും തമ്മിൽ പല ചർച്ചകളും പ്രതിസന്ധികളും ഉണ്ടായി. ഇവയുടെ പരിണിത ഫലമായി 1935-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഉരുത്തിരിഞ്ഞു. അപ്പോഴേക്കും കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള അകലം വളരെ വർദ്ധിക്കുകയും ഇരു പാർട്ടികളും പരസ്പര വിദ്വേഷത്തോടെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. കോൺഗ്രസ് ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗത്തെയും പ്രതിനിധാനം ചെയ്യുന്നു എന്ന വാദം മുസ്ലിം ലീഗ് ഖണ്ഡിച്ചു. മുസ്ലിം ലീഗ് എല്ലാ മുസ്ലിങ്ങളുടെയും പ്രത്യാശയുടെ ശബ്ദമാണെന്ന മുസ്ലിം ലീഗ് വാദത്തെ കോൺഗ്രസും ഖണ്ഡിച്ചു. ലാഹോർ തീരുമാനവും തെരഞ്ഞെടുപ്പും. ബ്രിട്ടീഷ് ഇന്ത്യയെ ഭരിക്കുന്നതിനുള്ള ബൃഹത്തും പരമവുമായ ഭരണഘടനാ ശ്രമത്തിന്റെ ഫലമായ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രധാനമായും 3 ലക്ഷ്യങ്ങളെ പ്രസ്താവിച്ചു. ഒരു അയഞ്ഞ ഫെഡറൽ ചട്ടക്കൂട് കെട്ടിപ്പടുക്കുക, പ്രവിശ്യാ തലത്തിൽ സ്വയംഭരണം നടപ്പിലാക്കുക, പ്രത്യേക നിയോജക മണ്ഡലങ്ങളുടെ ന്യൂനപക്ഷ താൽപര്യങ്ങളെ സംരക്ഷിക്കുക. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരുടെ നിലവിലുള്ള അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഉള്ള ആശയക്കുഴപ്പം കാരണം നാട്ടുരാജ്യങ്ങളെയും ബ്രിട്ടീഷ് ഇന്ത്യൻ കേന്ദ്ര ഭരണകൂടത്തെയും ഒന്നിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഫെഡറൽ വ്യവസ്ഥകൾ ഉടനെ നടപ്പിൽ വരുത്താൻ കഴിഞ്ഞില്ല. എങ്കിലും 1937 ഫെബ്രുവരിയിൽ പ്രവിശ്യാ സ്വയംഭരണം യാഥാർത്ഥ്യമാവുകയും തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തു. കോൺഗ്രസ് 5 പ്രവിശ്യകളിൽ വ്യക്തമായ ഭൂരിപക്ഷവും 2 പ്രവിശ്യകളിൽ മേൽക്കോയ്മയും നേടി. മുസ്ലിം ലീഗിന് തെരഞ്ഞെടുപ്പിൽ മോശം ഫലങ്ങളാണ് ലഭിച്ചത്. 1939 വൈസ്രോയി ലിങ് ലിത്തോവ് പ്രവിശ്യാ സർക്കാരുകളോട് ആലോചിക്കാതെ ഇന്ത്യയുടെ 2ാം ലോക മഹായുദ്ധത്തിലേക്കുള്ള പ്രവേശനം വിളംബരം ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് തങ്ങളുടെ എല്ലാ പ്രതിനിധികളോടും സർക്കാരിൽ നിന്നും രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായിരുന്ന ജിന്ന 1940-ൽ ലാഹോറിൽ നടന്ന മുസ്ലിം ലീഗ് വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങളെ ലാഹോർ പ്രമേയം അംഗീകരിക്കുവാൻ പ്രേരിപ്പിച്ചു. ഈ പ്രമേയം ഇന്ത്യയെ 2 പരമാധികാര രാഷ്ട്രങ്ങളാക്കി ഒരു ഹിന്ദു രാഷ്ട്രവും ഒരു മുസ്ലിം രാഷ്ട്രവുമായി വേർതിരിക്കാൻ ആവശ്യപ്പെട്ടു. ഇത് ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്നും അറിയപ്പെടുന്നു. പാകിസ്ഥാൻ എന്ന ആശയം 1930-കളിലെ തന്നെ ഉന്നയിച്ചിരുന്നു എങ്കിലും അന്ന് വളരെ കുറച്ച് ജനങ്ങളെ അതിന് അനുകൂല നിലപാട് എടുത്തിരുന്നുള്ളൂ. എങ്കിലും വഷളായ രാഷ്ട്രീയ സാഹചര്യവും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള സ്പർദ്ധയും പാകിസ്ഥാൻ എന്ന ആശയം ശക്തമാക്കി. വിപ്ലവ പ്രവർത്തനങ്ങൾ. 20-ാം നൂറ്റാണ്ടിന് തുടക്കം വരെ ഏതാനും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ച് ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കെതിരായി ഉള്ള സായുധ വിപ്ലവം ആസൂത്രിതമല്ലായിരുന്നു. ഇന്ത്യൻ അധോലോക വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് പ്രവേഗമുണ്ടായത് 1900-ങ്ങളുടെ ആദ്യ ദശാബ്ദത്തിലാണ്. മഹാരാഷ്ട്ര, ബംഗാൾ, ഒറീസ, ബീഹാർ, ഉത്തർപ്രദേശ്, പഞ്ചാബ്, അന്നത്തെ മദ്രാസ് പ്രസിഡൻസി എന്നിവിടങ്ങളിൽ വിപ്ലവ സംഘങ്ങൾ രൂപം കൊണ്ടു. പല സംഘങ്ങളും ഇന്ത്യക്ക് ചുറ്റുമായി രൂപം കൊണ്ടു. ഇവയിൽ എടുത്തു പറയത്തക്ക വിപ്ലവ പ്രവർത്തനങ്ങൾ പഞ്ചാബിലും 1905-ലെ ബംഗാൾ വിഭജനത്തോടനുബന്ധിച്ച് ബംഗാളിലും ആണ് രൂപം കൊണ്ടത്. ബംഗാളിലെ വിപ്ലവകാരികളിൽ കൂടുതലും മധ്യവർഗ നാഗരികരായ ഭദ്രാലോക് സമുദായത്തിൽ നിന്നുമുള്ള അഭ്യസ്തവിദ്യരും ബുദ്ധിജീവികളും അർപ്പിതരുമായ ചെറുപ്പക്കാരായിരുന്നു.
പിൽക്കാലത്ത് ഉരുത്തിരിഞ്ഞ ഇന്ത്യൻ വിപ്ലവകാരി എന്ന പ്രതിച്ഛായ ഇവരെ ആസ്പദമാക്കിയായിരുന്നു. പഞ്ചാബിലെ വിപ്ലവകാരികൾക്ക് പഞ്ചാബിലെ സായുധ ഗ്രാമീണ സമൂഹത്തിൽ നിന്നും വൻ പിന്തുണ ലഭിച്ചു. യുഗാന്തർ, അനുശീലൻ സമിതി തുടങ്ങിയ സംഘടനകൾക്ക് 1900-ങ്ങളിൽ രൂപീകരിക്കപ്പെട്ടു. വിപ്ലവ ആദർശങ്ങളും പ്രസ്ഥാനങ്ങളും 1905-ലെ ബംഗാൾ വിഭജന കാലത്ത് തങ്ങളുടെ ശക്തി തെളിയിച്ചു. വിപ്ലവകാരികളെ ഒരുമിച്ചു കൂട്ടുന്നതിനുള്ള ആദ്യ ശ്രമങ്ങൾ തുടങ്ങിയത് അരബിന്ദോ ഘോഷ്, അദ്ദേഹത്തിന്റെ സഹോദരനായ ബാരിൻ ഘോഷ്, ഭൂപേന്ദ്രനാഥ് ദത്ത തുടങ്ങിയവർ ചേർന്ന് ജുഗന്തർ പാർട്ടി തുടങ്ങിയതോടെ ആയിരുന്നു എന്ന് പറയാം. ഒരു വ്യായാമ ക്ലബ്ബ് എന്ന മറവിൽ ബംഗാളിൽ രൂപം കൊണ്ട വിപ്ലവ സംഘടനയായ അനുശീലൻ സമിതിയുടെ ഒരു അന്തർവൃത്തമായി ആയിരുന്നു ജുഗാന്തർ രൂപം കൊണ്ടത്. ബംഗാളിന്റെ നാനാഭാഗങ്ങളിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും അനുശീലൻ സമിതിയും ജുഗന്തറും ശാഖകൾ തുറന്നു. ഇവർ യുവാക്കളെയും യുവതികളെയും വിപ്ലവ പ്രവർത്തനങ്ങൾക്കായി സംഘടനയിൽ ചേർത്തു. പല കൊലപാതകങ്ങളും കൊള്ളിവെപ്പുകളും നടന്നു. പല വിപ്ലവകാരികളെയും സർക്കാർ പിടികൂടുകയും തുറുങ്കിലടക്കുകയും ചെയ്തു. ബാരിൻ ഘോഷ്, ബാഗ ജതിൻ തുടങ്ങിയവർ ജുഗന്തർ പാർട്ടി നേതാക്കൾ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാൻ ആരംഭിച്ചു. രാഷ്ട്രീയ തീവ്രവാദത്തിലെ പ്രധാന സംഭവ വികാസങ്ങളിൽ പെടുന്നവയാണ് ആലിപ്പൂർ ബോംബ് കേസ്, മുസഫർപൂർ കൊലപാതകം എന്നിവ. മുസഫർപൂരിൽ കൊലപാതകത്തിനു പിന്നാലെ വലിയ വിപ്ലവകാരികളെയും വിചാരണ ചെയ്യുകയും ജീവപര്യന്തം നാടുകടത്തുകയും ചെയ്തു. ഖുദിറാം ബോസ് എന്ന വിപ്ലവകാരിയെ തൂക്കിക്കൊന്നു. ലണ്ടനിൽ ഇന്ത്യ ഹൗസ്, ദി ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്നിവ ശ്യാംജി കൃഷ്ണവർമ്മയുടെ നേതൃത്വത്തിൽ 1909-ൽ സ്ഥാപിച്ചത് തീവ്രവാദ പ്രസ്ഥാനത്തെ ബ്രിട്ടനിലേക്ക് എത്തിച്ചു. ഇന്ത്യ ഹൗസുമായി അടുത്ത ബന്ധമുള്ള മദൻ ലാൽ ധിൻഗ്ര എന്ന ഇന്ത്യൻ വിദ്യാർത്ഥി ബ്രിട്ടീഷ് നിയമസഭാ സാമാജികനായിരുന്ന വില്യം ഹട്ട് കഴ്സൺ വൈലിയെ ലണ്ടനിൽ വെച്ച് 1909 ജൂലൈ 1 വെടിവെച്ചു കൊന്നു. സ്വാതന്ത്ര്യത്തിലേക്ക്. 1947 ജൂൺ 3 ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആയ വൈസ്രോയ് ലൂയി മൗണ്ട് ബാറ്റൺ ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യത്തെ മതേതര ഇന്ത്യ ആയും മുസ്ലിം പാകിസ്ഥാൻ ആയും വിഭജിക്കും എന്ന് പ്രഖ്യാപിച്ചു. 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ ഒരു പ്രത്യേക രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടു. 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി. ഇതിന് പിന്നാലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖ് മതസ്ഥരും തമ്മിൽ രക്തരൂക്ഷിതമായ സംഘട്ടനങ്ങൾ നടന്നു. പ്രധാനമന്ത്രി നെഹ്റുവും ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലും മൗണ്ട് ബാറ്റനെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയി തുടരാൻ ക്ഷണിച്ചു. 1948 ജൂണിൽ മൗണ്ട് ബാറ്റനു പകരം സി രാജഗോപാലാചാരി ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയി സ്ഥാനമേറ്റു. 565 നാട്ടുരാജ്യങ്ങളെ ഒരുമിപ്പിക്കുന്ന ദൗത്യം പട്ടേൽ ഏറ്റെടുത്തു. തന്റെ പട്ടുകയ്യുറയിലെ ഉരുക്കുമുഷ്ടി നയങ്ങളിലൂടെ പട്ടേൽ ഈ ശ്രമങ്ങളെ പൂർത്തീകരിച്ചു. ഭരണഘടന നിർമ്മിക്കുന്ന ജോലി 1949 നവംബർ 26 നിയമസഭ പൂർത്തിയാക്കി. 1950 ജനുവരി 26 റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ഔദ്യോഗികമായി നിലവിൽ വന്നു. നിയമസഭ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുത്തു. രാജേന്ദ്ര പ്രസാദ് ഗവർണർ ജനറൽ ഗോപാലാചാരിയിൽ നിന്നും അധികാരം ഏറ്റെടുത്തു. പിന്നാലെ സ്വതന്ത്ര പരമാധികാര ഇന്ത്യ മറ്റ് 2 ഭൂഭാഗങ്ങളെയും രാഷ്ട്രത്തോട് കൂട്ടിച്ചേർത്തു. പോർച്ചുഗീസ് നിയന്ത്രണത്തിൽ നിന്നും 1961 ഗോവയും 1954 ഫ്രഞ്ച് അധീനതയിൽ നിന്ന് പോണ്ടിച്ചേരിയും മോചിതമായി. 1952 ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. 62% സമ്മതിദാനം ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തി. ഇതോടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായി.